നമ്മുടെ കേരളത്തിലെ ആശാവർക്കർമാരുടെ സമരം അറിയാം. അവർ ഈ സെക്രട്ടേറിയറ്റിന് മുന്നിൽ മാസങ്ങളായി കിടക്കുകയാണ്. പക്ഷേ ആ പിണറായി സർക്കാരിന് മുന്നിൽ അവർ ഇത്രയും ദയനീയമായി സമരം ചെയ്തിട്ട് പോലും അവരെ തിരിഞ്ഞു നോക്കുന്നില്ല. ഇവരുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ പല മോശം വാക്കുകളിലൂടെയാണ് ഇവരോടൊപ്പം പെരുമാറുന്നത്. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലമാണ്. ഏത് രാജാവിനെയും താഴെ ഇറക്കാൻ കഴിയുന്ന അവസരം. അത് മുതലാക്കാനില്ല ആശാവർക്കർമാരുടെ തീരുമാനം. ഒരുപക്ഷെ കേരളം കണ്ടതിലെ ഏറ്റവും വലിയൊരു സ്ത്രീ ശക്തി സമരം എന്ന് തന്നെ ഞാൻ ഇതിന് പറയും. കാരണം ഇതിനു മുമ്പും സ്ത്രീകളുടെ സമരം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത്രത്തോളം സർക്കാർ അതിനെ എന്താ പറയുക, ആ സമരത്തെ നീട്ടാൻ അനുവദിച്ചിട്ടില്ല. കാരണം സ്ത്രീകൾ എന്ന് പറയുന്നത് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് വളരെ ബഹുമാനിക്കും. ഇപ്പം ഭാരതാംബ വിഷയമൊക്കെ കണ്ടില്ലേ, എപ്പോഴും സ്ത്രീകളോടൊരു ബഹുമാനവും റെസ്പെക്റ്റും അവർക്ക് കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ്. പ്രത്യേകിച്ച് CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുമ്പോൾ സ്ത്രീ പ്രാതിനിധ്യത്തിന് ഏറ്റവും മുൻപന്തിയിൽ എന്നൊക്കെ ഇങ്ങനെ വാക്കുകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾ പലപ്പോഴും സ്ത്രീകൾക്കെതിരെയാണ്. അത് നമ്മൾ അവരുടെ പാർട്ടിയിൽ തന്നെ ഒന്ന് നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമുക്കറിയാം, കയറി വരേണ്ടുന്ന എത്രയോ സ്ത്രീജനങ്ങളുണ്ടായിരുന്നു. ശൈലജ ടീച്ചർ ആണെങ്കിലും ഗൗരിയമ്മയൊക്കെ ആണെങ്കിലും. പക്ഷെ അവരെയൊക്കെ അടിച്ചമർത്തുന്ന ഒരു രീതിയാണ്. അടുത്ത മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഏത് കൊച്ചുകുട്ടിയും പറയും ശൈലജ ടീച്ചർ കയറി വരാൻ. കാരണം അത്രയ്ക്ക് ഒരു ഫാൻസ് തന്നെ അവർക്കുണ്ട്. പക്ഷെ അവരെയൊക്കെ അടിച്ചമർത്തുന്ന ഒരു പാർട്ടിയായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് സ്വാഭാവികമായിട്ടാണ്. അവിടെ ഒരു പുരുഷ മേധാവിത്വത്തിനാണ് കാണിക്കുന്നത്. ഇവർക്ക് മാതൃരാജ്യം എന്ന് പറയുന്നത് അത്ര രസിക്കുന്നില്ല, പിതൃരാജ്യം എന്ന് പറയേണ്ടി വരും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇതിപ്പോൾ ആശമാര് കുറിക്ക് കൊള്ളുന്ന തരത്തിൽ ഒരു മറുപടിയാണ് ഇവർക്ക് കൊടുത്തിരിക്കുന്നത്. എന്തെല്ലാം പ്രതിസന്ധിയാണ്, മഴ, ഈ പറഞ്ഞ ചൂട്, പട്ടിണി, ദാരിദ്ര്യം, ഓരോ വീട്ടുകളിലെ അവരുടെ അവസ്ഥ വളരെ പരിതാപം. ഇതിനകത്ത് ക്യാൻസർ പേഷ്യൻ്റ് ആയിട്ടുള്ളവർ വരെയുണ്ട്. അവരുടെ കടക്കണി, ഇനി വീട് ജപ്തി, ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന സാധാരണ സാധാരണ ദാരിദ്ര്യം അനുഭവിക്കുന്ന വീട്ടിലെ സ്ത്രീകളാണ് ഈ വന്നിരുന്ന സെക്രട്ടേറിയറ്റിൽ ഇത്രയും ദിവസം സമരം ചെയ്തത്. ഒന്ന് തിരിഞ്ഞു നോക്കുക വെച്ചാൽ നമുക്കറിയാം, വീണ ജോർജൊക്കെ പറഞ്ഞ അഹങ്കാരം പിടിച്ച വാക്കുകൾ സത്യം ഒരു മന്ത്രി പോലും ഇത്തരത്തിൽ അവരോട് പെരുമാറും. ഒന്ന് വന്നിരുന്ന് അവരെ ഒന്ന് സമന്വയപ്പെടുത്തിക്കൊണ്ട് അവരെ ഒന്ന് സമാധാനപരമായിട്ട് ഒരു ചർച്ചയ്ക്ക് വിളിക്കുവാനോ അവരോട് ആ രീതിയിലൊന്ന് ഇടപെടാൻ ഒരു പക്ഷേ. അതോടൊപ്പം തന്നെ ഇവർ ജനങ്ങളോടൊപ്പം നിൽക്കുന്നല്ലേ, ഒരു തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെടുകയാണ്. പക്ഷെ സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഇത്രയും നാൾ അവരുടെ മഴയും വെയിലും കൊണ്ട് അവിടെ കിടന്നിട്ട് പോലും ഒരു മന്ത്രി പോലും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. ഈ തൊഴിലാളി വർഗ പ്രസ്ഥാനം വരുമ്പോൾ എന്തോ അങ്ങ് മലമറിക്കുമെന്ന് വിചാരിച്ച മലയാളികളാണ് വെറും മന്ദബുദ്ധികൾ. ഈ തൊഴിലാളി പ്രസ്ഥാനം തൊഴിലാളികൾക്ക് വേണ്ടി ജീവൻ പണയം വെക്കുന്ന അതൊക്കെ പണ്ടത്തെ കാലം. ഇപ്പൊ ഇവർ മുതലാളിമാരാണ്, മുതലാളിത്ത വർഗത്തിന് പിന്തുണയ്ക്കത്തോളം നമ്മൾ കണ്ണി കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സമാധാന പാർട്ടി യാതൊന്നും ഇവർ ചർച്ചയൊന്നും തന്നെ ഈ ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ ചെയ്തിട്ടില്ല. കേന്ദ്രത്തിനെ കുറ്റം പറയുമ്പോഴും കേന്ദ്രം തന്നെ ഇപ്പോൾ വേണ്ടുന്ന ഓണററി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ഇവർക്ക് കൊടുത്തു കഴിഞ്ഞു, കടം തീർത്തു കഴിഞ്ഞു, കേന്ദ്രം കൊടുക്കാനുള്ള കടം തീർത്തു കഴിഞ്ഞു, വർദ്ധിപ്പിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും ഈ സംസ്ഥാന സർക്കാർ എന്താണ് ഇതിന്ന് പിൻവലിയാണ് ചെയ്തത്. നമ്മൾ പല ചർച്ചകളും ചെയ്തിട്ടുണ്ട്. ഇത് നല്ല രീതി ഇവരിപ്പോൾ 20,000 25,000 ഒക്കെ ചോദിക്കുന്നത് അതിൻ്റെ പകുതി കുറച്ചെങ്കിലും ഇവർക്ക് കൊടുത്ത് ഈ കേസ് അല്ലെങ്കിൽ ഈ ഒരു സമരം അവസാനിപ്പിക്കുക. നമ്മൾ കണ്ടതാണ് കർണാടകയിലും ഈ പറഞ്ഞോണം ആന്ധ്രയിലും പല സംസ്ഥാനത്തിലും ഇവരുടെ ഇത്തരത്തിലുള്ളവരുടെ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ തമിഴ്നാട്ടിൽ പോലും അവരെന്താണ് ചെറിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചർച്ചയൊക്കെ ചെയ്ത് അത് നിർത്തുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിന് വലിയ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ആശാപ്രവർത്തകന്മാർ. അപ്പോൾ അവരെ പിന്തുണയ്ക്കേണ്ടുന്ന ഒരു സർക്കാരാണ്. നമുക്കറിയാം, കോവിഡ് സമയകാലത്ത് ഇതൊക്കെ 1000 ചർച്ചകൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോവിഡ് സമയത്തും അല്ലാത്തപ്പോഴും ഇപ്പോൾ ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഗർഭിണിയുള്ള വീട്ടിൽ അവർ മരുന്ന് കഴിച്ചോ, എന്തൊക്കെ ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെ ഓരോ ദിവസവും ഇവർ കയറി ഇറങ്ങി ചോദിക്കുന്നുണ്ട്. കുട്ടികൾ വാക്സിൻ എടുത്തോ, കുട്ടികൾക്ക് അസുഖമുണ്ടോ, പകർച്ചവ്യാധി, മഴ സമയത്താണ് ഇവരുടെ ഒരു ചെറിയ കുടയും പിടിച്ചുകൊണ്ടൊക്കെ അവർ നനഞ്ഞു കുതിർന്നാണ് ഓരോ വീടിൻ്റെ ഫ്രണ്ടിലെ യാചകരെ പോലെയാണ് അവർ എത്തിയിട്ട് ചോദിക്കുന്നത്, നിങ്ങളുടെ ഇവിടെ വെള്ളം നിറഞ്ഞു കിടപ്പുണ്ടോ, നിങ്ങൾ ശ്രദ്ധിക്കണേ, കുട്ടികൾക്ക് കൊതുക് വരാതെ നോക്കണേ, കൊതുക് കടിക്കാതെ നോക്കണേ, പകർച്ചവ്യാധി പനി വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ വേണം. ചിലപ്പോൾ നമുക്ക് അരോചകമായിട്ട് തോന്നും, പക്ഷെ അവരവരുടെ ഡ്യൂട്ടി എനിക്കറിയാമെന്ന് പേഴ്സണലി ഞാൻ അനുഭവിച്ചു. എനിക്ക് തന്നെ അരോചകം വന്നിട്ട് ഇവരെന്തിനാ ഇതൊക്കെ വന്നു, ഇതൊക്കെ ഞങ്ങൾക്കറിയാലോ. പക്ഷെ അവരവരുടെ ഡ്യൂട്ടി കൃത്യമായിട്ട് വിനിയോഗിക്കുക. ഒരു പക്ഷെ അങ്ങനെ ഉള്ളതുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ പറഞ്ഞിട്ട് പോകും. ചില ദിവസങ്ങളിൽ എൻ്റെ വീട്ടിൽ ഞാൻ ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും തിരിച്ചു വരുമ്പോൾ ചില ഇതൊക്കെ മറിഞ്ഞു കിടക്കുന്നതാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്താണ് അതിനകത്ത് വെള്ളം നിറഞ്ഞിരുന്നു, ഇവർ വന്നത് മറിച്ചിടുന്നതാണ്. കാരണം അത്രയ്ക്ക് സൂക്ഷ്മതയോടുകൂടി ഒരു പക്ഷേ
ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയ ഏറ്റവും വലിയ പോരാളികൾ തന്നെയാണ് ഇവർ. എല്ലാ വീടുമായിട്ട് ഇവരുടെ അടുത്ത് അഡ്രസ്സ് ചോദിച്ചാൽ ഇവർ ഏത് അഡ്രസ്സും ഇത് പോസ്റ്റ്മാനേക്കാളും ഇവർക്ക് കൃത്യമായിട്ട് അറിയാം ഏതൊക്കെ വീട്ടിൽ എന്തുണ്ട്, ആരൊക്കെ താമസിക്കുന്നുണ്ട്, ഗർഭിണികളുണ്ടോ, കുട്ടികളുണ്ടോ, അസുഖബാധിതരുണ്ടോ, ഇതൊക്കെ ഇവർക്ക് കൃത്യമാണ്. അപ്പോൾ അത്രയും ശുഷ്കാന്തിയോടെ നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ പരിപാലനത്തിന് വലിയൊരു പ്രാധാന്യം നൽകുന്ന വിഭാഗമാണ്. ഇവർക്ക് ഇതെല്ലാം വർദ്ധിപ്പിക്കേണ്ടത്. ശരിക്കും ഇവരെ ഗവൺമെന്റ് സർവീസിലേക്ക് എടുക്കുകയാണ് വേണ്ടത്. അതെ അതെ. അല്ല, ഇവര് പരമാവധി സർക്കാരിനെ അവര് വലിയ വലിയ ബഹളങ്ങൾ ഉണ്ടാക്കാൻ പോയിട്ടില്ല, ഈ പറഞ്ഞ സംഘർഷം ഉണ്ടാക്കാൻ പോയിട്ടില്ല. അവരുടെ സമരം നമ്മൾ കണ്ടേ, മൊട്ടയടിച്ചും അവരെ തന്നെ ഇത് ചെയ്തുകൊണ്ടാണ് അവർ സമരം ചെയ്തത്. നമ്മൾ കണ്ടേ, നിരാഹാര സമരമൊക്കെയാണ് അവർ ചെയ്തത്. എന്നിട്ടും ഈ പിണറായിയുടെ ധാർഷ്ട്യം, ഈ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ കണ്ണൊന്ന് തുറന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഈഗോയാണ് അവിടെ കാണുന്നത്. വീണ ജോർജിൻ്റെ ഈഗോയാണ് കാണുന്നത്. ഒരു പക്ഷേ ശൈലജ ടീച്ചർ ആയിരുന്നെങ്കിൽ ഈ സമരം 10 ദിവസത്തിൽ കൂടുതൽ ഇത് പോകത്തില്ലായിരുന്നു. ഇത് കേരളത്തിന് നാണം കെട്ട സമരം. പക്ഷെ അവർ ഇതിൽ നിന്ന് പിന്മാറില്ല. അവരെന്താ ചെയ്തത്? ഇപ്പം അവരെന്താ കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ പര്യടനം മാത്രമല്ല, അവർ ഇത് വെച്ച് വിളിച്ചു കൂവി പിണറായിയെ പറ്റി കൊലവിളി നടത്തിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. അവരിങ്ങ് എത്തിയില്ല. തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് അവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. അവർ നേരെ എങ്ങോട്ട് വിട്ട്? നിലമ്പൂരേക്ക് വിട്ട് ഇവർക്ക് ഇനി ഒരു ഇത് കണ്ടോണം, എത്ര വോട്ടാണ് LDF കുറയുന്നത്. ഈ സ്ത്രീകൾ ഓരോ വീടാന്തരം കയറി ഇറങ്ങി. അവർക്ക് ഒരു ഇതുമില്ല, രാഷ്ട്രീയവും ഇല്ല. അവർ പറയുന്നത് എന്താണോ, നിങ്ങൾ ആർക്ക് വേണമെങ്കിലും കൊടുത്തോ, പക്ഷേ LDF ഒറ്റ വോട്ട് കൊടുക്കരുത്. ഇതെങ്ങനെ? ഇതാര് പറയിപ്പിച്ചു? ഇതെങ്ങനെ? ആദ്യമായിട്ടാണ് സർക്കാരിനെതിരെ ഒരു വിഭാഗം ജനങ്ങൾ രാഷ്ട്രീയമില്ലാണ്ട് ഇറങ്ങുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക് ശ്രീ. ഇത് രാഷ്ട്രീയമില്ലാണ്ട് ആദ്യമായിട്ടാണ്, കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു പറ്റം സ്ത്രീകൾ LDF സർക്കാരിന് CPM വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞ് അത്രയ്ക്ക് സ്ത്രീകളോട് അപമര്യാദയായിട്ട് പെരുമാറിയിട്ടുള്ള ഒരു സർക്കാരിനെ നമ്മൾ ഇതുവരെ കേരള ചരിത്രത്തിൽ കണ്ടിട്ടില്ല. ഒരു പക്ഷേ വേറെ ഏത് കോൺഗ്രസ് ആണെങ്കിലും BJP ഇത്രത്തോളം വേദനിപ്പിക്കത്തില്ല സ്ത്രീകളെ. ഇവർക്ക് വേറൊന്നും വേണ്ട സ്ത്രീത്തെ. ഇപ്പം കേരളം ഇന്ന് ആശാപ്രവർത്തകരുടെ സമരം വന്നപ്പം നമ്മുടെ പിണറായി ഉൾപ്പെടെയുള്ളവരെന്താ പറഞ്ഞത്? കേരളം കടക്കണിയിലാണ്. പക്ഷെ അവർ 4ാം വാർഷികം ആഘോഷിച്ചപ്പോൾ നിങ്ങൾ ഇത്രയും കടം വരുത്തി വെച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ മറുകണ്ഠം മറിച്ചു. നമ്മുടെ ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവരെന്താ പറയുക? കേരളം കടക്കണിയില്ല. ആര് പറഞ്ഞ കടക്കണിയിലാണ്? ഞങ്ങൾക്ക് ഇത്രയും വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഇത് ഇത്രയും ഗ്രേഡ് കൂടിയിട്ടുണ്ട്, അത് കൂടിയിട്ടുണ്ട്, ഓരോന്നെടുത്ത് തെളിവ് സഹിതം ഇങ്ങനെ കാണിച്ചു തരികയാണ് ഞങ്ങൾക്ക് അപ്പം ഒരു റിപ്പോർട്ടർ ചോദിച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ, അപ്പം നിങ്ങൾ ആശാപ്രവർത്തകരുടെ കാര്യത്തിൽ അതിന് കാശില്ല. ഞങ്ങൾ കടക്കണിയിലൊന്നുമല്ല. ഇനിയിപ്പോൾ വരുമ്പോൾ അറിയാം, അടുത്ത ഭരണം വരുമ്പോൾ അറിയാം എത്ര രൂപ കടക്കണി തന്നെയാണ്. പക്ഷെ ഇവർക്ക് കൊടുക്കില്ല. വേറെ എന്തിനവർ തീരുമാനിച്ചാലും ഇവർ പൈസ കൊടുക്കത്തില്ല. ഇത് സത്യം പറഞ്ഞാൽ തദ്ദേശ വകുപ്പിനും പഞ്ചായത്തിനുമൊക്കെ ഇത്ര 40% മാറ്റി വെച്ചിട്ടുണ്ട്, നീക്കിയിരിപ്പുണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് ആണെങ്കിലും പഞ്ചായത്തും തദ്ദേശ വകുപ്പും കൂടെ ചേർന്ന് ഒരു എമൗണ്ട്, ഇപ്പോൾ 100 എങ്കിൽ 100 എന്നാൽ അതിൻ്റെ കൂടെ ഇച്ചിരി കൂടെ ഒന്ന് വർദ്ധിപ്പിച്ച് ഇവർക്ക് കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഇതേ ഉള്ളൂ. ഇതിൽ ഇവർക്ക് തീരാവുന്ന പ്രശ്നം ഒരു 3000 രൂപ വർദ്ധിപ്പിച്ചാൽ മതി. 7000 നിന്ന് ഒരു 3000 10 രൂപയാക്കി കൊടുക്കണം. നമുക്കൊരു മിനിമം വേതനം ഇന്ന് എല്ലായിടത്തും 15000 20000 രൂപയുണ്ട്. അപ്പോൾ അവർക്കൊരു 10000 രൂപ. അവർ ഇത്ര 8 മണിക്കൂറാണ് ജോലി ചെയ്യുന്നത്. ഏകദേശം 10 12 രാത്രി കാലങ്ങളിൽ പോലും ഈ സ്ത്രീകൾ ഓരോ വീട്ടിന് മുമ്പിൽ ചെന്നിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് കൊടുക്കുന്നതിന് എന്താണ് ഇത്? സത്യം പറഞ്ഞാൽ അവരെ ഗവൺമെൻറ് സർക്കാർ ഉദ്യോഗസ്ഥരാക്കേണ്ടുന്ന സമയം കഴിഞ്ഞു. അപ്പോൾ ഇതെന്തായാലും ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഒരു ധാർഷ്ട്യത്തിന് സ്ത്രീകൾ ഈ പെണ്ണൊരുപെട്ടാലെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ. പിണറായി ഇപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പെണ്ണൊരുപെട്ടല്ല അല്ല, ഇതിന് സമാനമായ ഒരു സാഹചര്യമാണ് 2021 തെരഞ്ഞെടുപ്പിലും വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരമുണ്ട്. പക്ഷെ ആ ഭരണവിരുദ്ധ വികാരത്തിനെ എല്ലാം മറികടന്ന് ഇവർക്ക് വിജയിക്കാൻ കഴിയുന്നു. അതുകൊണ്ടായിരിക്കുമല്ലോ ഇവർക്ക് ഈ ഭരണ തുടർച്ചയിലും ഉണ്ടായി. 2021 ആ ഒരു കിറ്റ് കൊടുത്ത് കോവിഡ് വന്ന് അടിച്ചിട്ടുണ്ട്. മലയാളികൾ മന്ദബുദ്ധികളായി. കാരണം ഇതിനകത്ത് ഇരിക്കില്ലേ, പ്രത്യേകിച്ച് വാർത്തകളൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് അഴിമതി നടത്താനോ ഒന്നും വാർത്തകളില്ല. ഉള്ളത് റേഷൻ അരിയോ ഇല്ല കിറ്റും കിട്ടുന്നതും മയോപിച്ചുകൊണ്ട് വീട്ടിൽ കുത്തിയിരുന്ന ജനങ്ങൾ എന്ത് ചെയ്തു? എന്നാൽ പിന്നെ പിണറായി സർക്കാർ ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പം അങ്ങനെയല്ലല്ലോ, ലൈവായി, ഫുള്ള് ലൈവായി. കേരളം മുഴുവൻ ആ കോവിഡിൻ്റെ ഇതൊക്കെ മാറി ആൾക്കാർ ബിസിനസ് ചെയ്യാനോ അത് ചെയ്യാനോ ഇത് ചെയ്യാനൊക്കെ. അപ്പം ഒരു ലൈവ് ആകുമ്പോഴാണ് ഇതിൻ്റെ അപാകതകൾ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇപ്പം ജനങ്ങൾക്കറിയാം ഇനി ഇവർ കിറ്റ് കൊടുത്തിട്ടും കാര്യമില്ല. ഇനിയിപ്പോൾ അറിയാം ഓണം ആകുമ്പോഴത്തേനും സപ്ലൈക്കോ നിറഞ്ഞു കവിയുന്നത് കാണാം. അടുത്ത ക്ഷേമ പെൻഷൻ ഇപ്പോൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇനി വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നത്. ഞങ്ങൾ വരുവാണെങ്കിൽ 2600 രൂപ ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് LDF സർക്കാർ പറയാം. ഇനി ആശാ വർക്കറുടെ കാര്യത്തിൽ തൊട്ടിട്ടില്ല, അതങ്ങ് മാറ്റി വെച്ച് അതങ്ങ് വിരളങ്ങ് മൂത്ത് വെച്ചേക്കുക. പിന്നെ അതേപോലെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ഇവർ ചെയ്തിട്ടുള്ള നേരത്തെയുള്ള സർക്കാർ ഇട്ടിട്ടുള്ള തറക്കല്ലല്ലാതെ ഇവർ സ്വന്തമായിട്ട് ഇട്ടിട്ടുള്ള ഏതെങ്കിലും പ്രസ്ഥാനമുണ്ട്? കിറ്റക്സ് ഇപ്പം നമ്മൾ കണ്ടിട്ടുള്ളതാണ്.
ഏതെങ്കിലും ഒരു സ്ഥാപനമുണ്ട്, ഏതെങ്കിലും ഒരു വാണിജ്യം സ്ഥാപനമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഫാക്ടറി, അങ്ങനെ എന്തെങ്കിലും നമുക്ക് വ്യവസായ സ്ഥാപനമുണ്ട്? ഒന്നുമില്ല. ഇവരുടേതായിട്ട് പറയാൻ എന്താണ്, 10 വർഷം വെറുതെ തദൈവ. കുറേ റോഡുകളുണ്ട്, ഇതാ ഒരെണ്ണം ഒരു ഭാഗം ഇടിഞ്ഞു തുടങ്ങി. ഇപ്പം ഈ അവസാന സമയത്താണ് റിയാസ് കുറേ റോഡുകൾ 60 റോഡുകൾ ഇതാക്കിയത്. ഈ 60 റോഡുകളുടെ അവസ്ഥ ഒരു പക്ഷേ ഇനിയിപ്പോൾ മഴ കഴിയുമ്പോൾ അറിയാം എന്താണെന്നുള്ള. സ്മാർട്ട് സിറ്റി അത് ആരുടെയാണ്? കേന്ദ്ര സർക്കാരിൻ്റെയാണ്. ഇവർ ഇത് അവിടെ നിന്നും കൊണ്ട് പൈസ ഇടുന്നു, ഇവർ ഇച്ചിരി അങ്ങോട്ട് ഇട്ട് കാര്യങ്ങൾ നടപ്പാക്കുന്നു. അല്ലാതെ ഇവരുടേതായ എന്ത് പദ്ധതിയാണ്? എന്താണ് ഇവർ ചെയ്ത്? ഒന്നും തന്നെ ചെയ്തിട്ടില്ല. മനുഷ്യന് ടാക്സ് കൂടുന്നു, അല്ലെങ്കിൽ ഈ പറയുന്ന നികുതി വെട്ടിപ്പും നികുതി ഇതല്ലാണ്ട് സത്യം പറഞ്ഞാൽ മലയാളിക്ക് ജീവിക്കാൻ എന്താണ് സൗകര്യമുള്ളത് ഈ ഒരു സംസ്ഥാനത്ത്? അതിൻ്റെ ഒപ്പം സ്ത്രീകൾക്കൊപ്പം നിൽക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അറ്റ്ലീസ്റ്റ് ഇവരുടെ കാര്യത്തിൽ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ കാണുന്നതാണ്. ഇനി ഇവർ എന്ത് കൊടുത്താലും ജനങ്ങളത് വിശ്വസിക്കില്ല. ഇപ്പം നിലമ്പൂർ എന്ന് പറയുന്നത് നമുക്കറിയാം എന്തായിരുന്നു, ദേശീയപാത മൊത്തത്തിൽ ഇടിഞ്ഞാണ് അങ്ങോട്ട് പോയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഒരു കുഞ്ഞിന് ഷോക്കേറ്റ് ഇപ്പം മരിച്ചു. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അവരിനി പിണറായി അവിടെ ചെന്ന് നിന്നാൽ പോലും വിജയിക്കത്തില്ല. പിണറായി നിന്നാൽ പോലും വിജയിക്കത്തില്ല. ഇനി പിണറായി ഏതെങ്കിലും ഒരു ഇതിൽ നിൽക്കട്ടെ, വേറെ ഏതെങ്കിലും മന്ത്രിമാരിൽ നിന്നാൽ ചിലപ്പം വിജയിക്കും. പിണറായി വ്യക്തിപരമായിട്ട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരിടത്തോ നിന്നാൽ പോലും ആൾക്ക് വോട്ട് കൊടുക്കത്തില്ല. കാരണം ആൾക്കെതിരെ അത്രയ്ക്ക് ഒരു വിരോധാഭാസം ജനങ്ങൾക്കിടയിലുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ പല രാഷ്ട്രീയ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ തള്ളലുകളും അദ്ദേഹത്തിൻ്റെ ഈ കടക്ക് പുറത്തെന്നുള്ള നിലപാടുമാണ് ഇതിന് പ്രധാന കാരണം. ഇപ്പോൾ CPM തന്നെ അതിനകത്ത് തന്നെ ഒരു ഇതുണ്ടായില്ലേ, ഒരു രണ്ട് വഴിക്കായില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്ത് പാർട്ടിക്കകത്ത് തന്നെ ഇദ്ദേഹത്തിനെതിരെ ഒരു ഇതുണ്ട്. പിന്നെ ഈ പിണറായി പൂജ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. എന്തായാലും ആശാപ്രവർത്തകർ സത്യം പറഞ്ഞാൽ പെണ്ണൊരുമ്പെട്ടാലെന്ന് കേട്ടിട്ടേ ഉള്ളൂ. അത് ഇപ്പോൾ സ്വപ്ന സുരേഷ് ഒരുമ്പെട്ട് ഇറങ്ങിയത് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഇപ്പം അടുത്തത് ആശാപ്രവർത്തകരാണ്. എന്തായാലും ഇതോടെ അടിപതം.